എല്ലാ ഫിറ്റ്നസ് ട്രെയിനേഴ്സിനും ജോലി ലഭ്യമാക്കുക, ആ ഒരു ആശയം ശരിക്കും എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നി. അതിന്റെ പേരാണല്ലേ കെൻജോ? ഓക്കെ, എങ്ങനെയാണ് ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത്? ആശയത്തിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും ജോബ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ മെയിൻ ഉദ്ദേശമുള്ളത്. പിന്നെ എന്താ വെച്ചാൽ നമ്മള് ഫസ്റ്റിൽ തന്നെ നമ്മളൊരു ഫിറ്റ്നസ് അക്കാദമി ഓൺ ചെയ്യുക എന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഒരു സർവേ ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും നീങ്ങിയിരുന്നത്. ഫസ്റ്റ് ഞങ്ങൾ നോക്കിയത് ഇന്റർനാഷണലി ആൻഡ് നാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് വേണം. മീൻസ് സിറപ്സ് ഒക്കെ പോലെയുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിലേ അബ്രോഡൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ടുള്ളൂ. നാഷണലി വരുമ്പോൾ സ്കില്ലിൻ്റെ ഉണ്ട്. അപ്പോൾ അത്തരം സർട്ടിഫിക്കറ്റ്സ് ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാക്കി. സെയിം ടൈമിൽ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, എസ്പെഷ്യലി ഞാനൊരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലുള്ള ആളായതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷനിൽ ക്ലാസ്സിൻ്റെ ഞങ്ങൾ ഒരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യാൻ വില്ലിങ് അല്ല. അപ്പോൾ അതിനുള്ള ഫാക്കൽറ്റീസിനെ ആയിരുന്നു പിന്നെ നമ്മൾ നോക്കിയിരുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ ആത്മാർത്ഥയോടെ ഈ ഒരു ഫീൽഡിനോട് വളരെ താല്പര്യമുള്ള ഫാക്കൽറ്റീസ് ആണുള്ളത്. അതായത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും അവർക്ക് സംശയങ്ങൾ ചോദിക്കാം. ഇവരത് സ്നേഹത്തോടെ ഇഷ്ടത്തോടു കൂടി പറഞ്ഞു കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫീൽഡിൽ വരുന്ന കോഴ്സ് പഠിക്കാൻ വരുന്നതിൽ പല ടൈപ്പ് സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിടെക് കഴിഞ്ഞിരിക്കുന്ന എത്രയോ ആളുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെറും SSLC മാത്രം 10th മാത്രം അവരെ പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഈ ഫീൽഡിനോട് ഇഷ്ടം കൊണ്ടായിരിക്കാം അവർ ആ ഒരു എഡ്യൂക്കേഷനേ ഉള്ളൂ അവരെടുത്ത്. അപ്പോൾ ആ ആൾക്കും ബിടെക് എടുക്കുന്ന ആൾക്കും ബിടെക്കിന്റെ റേഞ്ചിൽ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഫാക്കൽറ്റീസ് വളരെ സിമ്പിളായിട്ട് ഏതൊരു സാധാരണ ഒരാൾക്കും കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. അതിൻ്റെ ഏറ്റവും ഞങ്ങൾക്ക് അത് സക്സസ് ആണെന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻസിന്റെ കെയർ ഓഫിലാണ് നമുക്ക് ഓരോ അഡ്മിഷൻസും ഉണ്ടാവുന്നത്. അവർ തന്നെയാണ് നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ സ്റ്റുഡൻസിനെ കൊണ്ടുവരുന്നത്. കാരണം അവരൊക്കെ എടുത്ത് പറയാനുണ്ട്, നിങ്ങളെ ക്ലാസ് ഒന്നും പറയാനില്ല, അത്രയും സിമ്പിളാണ്. ഓരോ ഫാക്കൽറ്റീസിന്റെ പേരെടുത്തിട്ട് പറയും. ജയശ്രീ മാം ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തവണ നിങ്ങൾ എന്താ ചോദിക്കാത്തതെന്ന് ചോദിക്കാം. മനസ്സിലായില്ലേ മക്കളെ, മനസ്സിലായില്ലേ എന്ന് അങ്ങനെ ചോദിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ് വരുന്നതും അങ്ങനെയാണ്. അപ്പോൾ അവരങ്ങനെയും ക്ലാസ് കൊണ്ടുവന്നു, നല്ല ക്ലാസ് കൊടുത്തു, നല്ല സർട്ടിഫിക്കറ്റ്സ് കൊടുത്തു. ഇനി അടുത്ത ഓപ്ഷനാണ് ഇവർക്ക് ഏൺ ചെയ്യാനുള്ള ഒരു അവസരവും കൂടി നമ്മൾ തന്നെ ഉണ്ടാക്കണം. അവരെ എന്താണെങ്കിലും ഈ കോഴ്സ് ചെയ്യാൻ വന്നതിന്റെ ഉദ്ദേശം പാഷൻ കൊണ്ടാണെങ്കിലും ശരി, പക്ഷെ പാഷൻ മാത്രം പോരാ, ക്യാഷിന് ക്യാഷ് തന്നെ ആവശ്യമല്ലേ.